മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതം ഭീരുക്കളുടെ രാഷ്ട്രമായിരുന്നില്ല. ഒരു പ്രഭാഷണത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സോക്രട്ടീസിന്റെ അമ്മ സോക്രട്ടീസിനോട് പറഞ്ഞത് തന്റെ പ്രഭാഷണത്തിൽ ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം ആ കൊട്ടേഷൻ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത് പറഞ്ഞില്ല. പക്ഷേ സോക്രട്ടീസിന്റെ അമ്മ സോക്രട്ടീസിനോട് പറഞ്ഞതായിരുന്നു, ആ രാഷ്ട്രം ആയുധ ശക്തി കൊണ്ട്, സൈന്യശക്തി കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തെയും കീഴ്പ്പെടുത്തിയിട്ടില്ല. ആ രാഷ്ട്രത്തിലേക്ക് ആയുധശക്തി കൊണ്ട്, സൈന്യശക്തി കൊണ്ട് കീഴ്പ്പെടുത്താനായിട്ട് വന്നവരെ തിരിച്ചു വിട്ടിട്ടുമില്ല. ഒരു പക്ഷേ പ്രവാചകന്റെ നേതൃത്വത്തിലും അല്ലാതെയും ഇസ്ലാം സൈന്യം കീഴടക്കിയ രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതമൊഴിച്ച് ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും അവരുടെ വിദേശ ക്രൈസ്തവ സൈന്യം ഏതെല്ലാം രാജ്യത്തിലേക്ക് പോയിട്ടുണ്ടോ അത് മുഴുവനും അവർ ക്രൈസ്തവവൽക്കരിച്ചിട്ടുണ്ട്, ഭാരതമൊഴികെ. ഭാരതത്തിൽ അത് സാധിച്ചില്ല. അപകർഷതയുള്ള അടിമയായിട്ടുള്ള മനുഷ്യരായിട്ട് പോലും 650 വർഷത്തെ മുസ്ലിം ഭരണം ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടും ഭാരതം ഇസ്ലാമീകരിക്കപ്പെട്ടിട്ടില്ല. ഭാരതത്തിലെ ചില ഭാഗങ്ങൾ ഇസ്ലാമീകരിച്ചതാണ് അഫ്ഗാനിസ്ഥാൻ, ഗാന്ധാരം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഭാഗം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഒരിക്കൽ ഹിന്ദു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ ജനത മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവർ ഏത് മതത്തിൽ നിന്നാണോ മാറിയത് ആ മതത്തിനോട് അസാധാരണ ശത്രുത്വം ഉണ്ടാവുക സെമറ്റിക് മതങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇറാനും ഇറാഖും അഫ്ഗാനിസ്ഥാനും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് ഭാരതം അസാധാരണമാം വിധത്തില് നല്ല ബന്ധം പുലർത്തുമ്പോഴും പാകിസ്ഥാനുമായിട്ട് ഭാരതത്തിന് പറ്റാതിരിക്കാൻ കാരണം പണ്ടത്തെ രജപുത്ര ജനത അവര് മതം മാറിയപ്പോൾ. ശരിക്കും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, അത് പിന്നീട് മഹാത്മാഗാന്ധി ആവർത്തിക്കുകയും ചെയ്തു. ഒരു ഹിന്ദു മറ്റു മതത്തിലേക്ക് പോയാല് ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറയുകയും അല്ലെങ്കിൽ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ എണ്ണം ഒന്ന് കൂടുകയും ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഭാരതത്തിനും ഈ സംസ്കാരത്തിനും ഒരു ശത്രു ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് വിവേകാനന്ദന്റെ തന്നെ വരിയാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഭാരതം എന്ന രാഷ്ട്രം ഇന്നും ഇതേപോലെ നിലനിൽക്കുന്നത് 650 വർഷത്തെ വിദേശ മുസ്ലിങ്ങളുടെയും 250 വർഷത്തെ വിദേശ ക്രിസ്ത്യാനികളുടെയും ഭരണത്തിന് ശേഷവും ഇതേപോലെ നിലനിൽക്കാൻ കാരണം ഈ രാഷ്ട്രം ഭീരുക്കളുടെ രാഷ്ട്രമായിരുന്നില്ല, ധീരന്മാരുടെ രാഷ്ട്രമായിരുന്നു. അവതാരങ്ങളും ഈശ്വര സങ്കല്പങ്ങളും എല്ലാം ധീരതയുടെ പര്യായമായിരുന്നു. അത് നമ്മളുടെ കഥകളിലുണ്ട്, അത് നമ്മളുടെ ഇതിഹാസങ്ങളിൽ മുഴുവനും അതാണ്, നമ്മുടെ ഉപദേശങ്ങളിൽ മുഴുവനും അതാണ്. വസിഷ്ഠോപദേശം എടുത്താലും വിതുരോപദേശം എടുത്താലും ലക്ഷ്മണോപദേശം എടുത്താലും ഭീഷ്മോപദേശം എടുത്തു കഴിഞ്ഞാലും ഭരതോപദേശം എടുത്തു കഴിഞ്ഞാലും ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാലും അനുഗീത എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും ധീരതയുടെ പര്യായാണ്. ദൈവത്തിന്റെ മുമ്പിൽ അടിമയായിട്ട് നിൽക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തോടൊപ്പം നിൽക്കാനാണ് ഭാരതീയര്. ദൈവത്തോട് ഭയമല്ല ഭാരതീയർക്ക് ഉണ്ടായിരുന്നത്, ദൈവത്തോട് ഭാരതീയർക്ക് ഭക്തിയാണ് ഉണ്ടായിരുന്നത്. ഫിയർ വേറെ, ഡിവോഷൻ വേറെ. അതുകൊണ്ട് ഭാരതം ഒരിക്കലും ദൈവഭയത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രമല്ല. ഭാരതത്തിലെ ജനതയെ പാപികളെ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താറില്ല. ഭയപ്പെടുത്തിയാലും അവനറിയാം പാപിയല്ല. ഒരിക്കലും ഒരാളുടെ പാപത്തിനു വേണ്ടി ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളെ ശിക്ഷിക്കുന്ന പതിവും ഭാരതത്തിലില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ, മറ്റൊരാൾ അനുഭവിക്കില്ല. അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും ഭാരതത്തിലില്ല. ഭാരതത്തിനൊരു മത നേതാവോ ഒരു മതാധ്യക്ഷനോ ആവശ്യം വരാതിരിക്കാനും കാരണം സ്വതന്ത്ര ചിന്തയിലൂടെ സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു കഥാരൂപത്തിലുള്ള ധീരത, അനുഭവത്തിന്റെ രൂപത്തിലുള്ള ധീരത, അതുപോലെ തന്നെ ഉപദേശങ്ങളുടെ രൂപത്തിലുള്ള ധീരത,
ജീവിത യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്ന തരത്തിലുള്ള ധീരത. ആ ധീരതയെക്കുറിച്ചാണ്, ധൈര്യത്തെക്കുറിച്ചാണ്. എങ്ങനെ മരിക്കണമെന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച ജർമ്മനിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി 2 പ്രാവശ്യം ആവർത്തിച്ച ഒരു വരിയുണ്ട്. നൗ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡൈ ഫോർ അവർ നേഷൻ. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ മരിക്കാവുന്ന ഒരു കാലഘട്ടമല്ല. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത് രാഷ്ട്രത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള അവസരം ഇന്നില്ല. ബട്ട് വി ക്യാൻ ലിവ് ഫോർ അവർ നേഷൻ. നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നോട്ട് ഫോർ ഡൈയിങ് അവർ നേഷൻ, ബട്ട് ഫോർ ലിവിങ് അവർ നേഷൻ. ഈ ഒരു സങ്കല്പമാണ് ഭാരതത്തിൽ ഇന്നുള്ളത്. ത്യാഗം സഹിക്കേണ്ടി വരുമ്പോൾ ത്യാഗിയാവുക, അല്ലാത്ത സമയത്ത് ധീരനായിട്ട് നിലനിൽക്കാം. യഥാർത്ഥത്തിൽ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ അവിടെ നിന്ന് വന്ന നാട്ടുകാരായിരുന്നില്ല യുദ്ധം ചെയ്തത്. ഭാരതത്തിന്റെ മനസ്സിൽ, ഭാരതീയരുടെ മനസ്സിൽ അപകർഷത സൃഷ്ടിച്ച് കൂലിപ്പട്ടാളക്കാരാക്കി ആ ധീരത തകർത്തപ്പോഴാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഭാരതീയർ യുദ്ധം ചെയ്ത് കൂലിപ്പട്ടാളക്കാരായത്. അല്ലെങ്കിൽ ഭാരതീയർ അന്നും ഇന്നും എന്നും ധീരന്മാരായിരുന്നു. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് വലിയൊരു സന്ദേശം. എല്ലാ ദിവസവും പ്രഭാഷണത്തിൽ ആദ്യത്തെ സന്ദേശം നമ്മുടെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കൃത വരിയിലൂടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ധീരതയുടെ സന്ദേശങ്ങളാണ് ഭാരതീയർ നൽകിയിരുന്നത്. നിർഭാഗ്യവശാൽ ധീരതയുടെ സന്ദേശം നൽകുമ്പോൾ അത് ക്രിസ്ത്യാനികളെ കൊല്ലാനും മുസ്ലിങ്ങളെ കൊല്ലാനും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ തകർക്കാനും എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് ഇന്ന് ഭാരതത്തെ, ഭാരതീയ സംസ്കാരത്തെ എന്തൊക്കെയോ ആക്കി മാറ്റി. അത് ചെയ്തവരുടെ കുഴപ്പം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആരെന്തൊക്കെ എന്തിനെയൊക്കെ ആക്കി മാറ്റിയാലും നിലനിൽക്കേണ്ടത് ഭാരതത്തിൽ നിലനിൽക്കും, അല്ലാത്തതിനെ കാലം അടിച്ചു തെറിപ്പിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു മന്ത്രമാണ്. നിങ്ങൾ അത് പഠിക്കണം. അത്രയും ഉജ്ജ്വലമായിട്ടുള്ളൊരു മന്ത്രമാണ്. നമ്മൾ ഈ അച്ഛനമ്മമാരുടെ പിതൃകർമ്മം, പിണ്ടബലി കർക്കടകത്തിലെ കറുത്ത വാവിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസമോ നടത്തിക്കഴിഞ്ഞ് നമ്മൾ മണ്ണിൽ വെള്ളം തളിച്ച് ഗംഗയെ യമുനേ ചൈവ ഗോദാവരി സരസ്വതി എന്ന് പറഞ്ഞ പീഠം വെച്ച് അതിൻ്റെ മുകളിൽ ദർഭപ്പുല്ല് വെക്കും. അത് അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് അതിൽ പിതൃക്കളെ ആവാഹിച്ചിട്ട് അതിൽ പിണ്ടമുരുട്ടിയിട്ട് തിലോദകം ച പിണ്ടം ച പിതൃണാം പരിതുഷ്ടയെ സമർപ്പയാമി ഭക്തിയ പ്രാർത്ഥയാമി പ്രസീദമേ എന്ന് പറഞ്ഞിട്ട് പിണ്ടം വയ്ക്കും. ആ പിണ്ടത്തിന്റെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു മന്ത്രമുണ്ട്, ധന്യമായിട്ടുള്ളൊരു വേദമന്ത്ര. 99% വ്യക്തികളും അത് ആലപിക്കാറില്ല. വേദത്തിലെ പിതൃമന്ത്രമാണത്. വേദത്തിലെ പിതൃസൂക്തമാണത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പിതൃസൂക്തം. അതിലെന്താ ചെയ്യുക? കയ്യിൽ എള്ളെടുത്ത്, തുളസിയെടുത്ത്, ചന്ദനമെടുത്ത്, ഇടത്തെ കയ്യിൽ സ്പൂണിൽ വെള്ളമെടുത്തിട്ട് ഈ പിണ്ടത്തിന് ഒഴിക്കുന്നതാണ് ആ മന്ത്രം. ആ മന്ത്രം എങ്ങനെയറിയോ? സ്വാദുഷംസത പിതരോപയോദാഹ കൃച്ഛ്രേ ശ്രിതശക്തിവന്തോ ഗഭീരാഹ ചിത്രസേനാ ഇഷുഫലാ അമൃദ്രാ സതോ വീരാ ഉരവോ വ്രാതസാഹ. ഋഗ്വേദത്തിലെ പിതൃസൂക്തത്തിലെ ഒരു ഭാഗമാണ്. എന്താ അതിന്റെ അർത്ഥം അറിയോ? സ്വാദുഷംസത പിതരോപയോദാഹ, അല്ലയോ പിതൃക്കളെ, ഈ ജലം എൻ്റെ കൈവിരൽ തുമ്പിലൂടെ നിങ്ങൾക്ക് പാല് എന്ന രീതിയിൽ സമർപ്പിക്കുന്നു. പാല് എന്ന രീതിയിൽ സമർപ്പിക്കുന്നു. ഈ ജലമാണ് ഞാൻ സമർപ്പിക്കുന്നത്, പക്ഷെ പാല് എന്ന രീതിയിൽ സമർപ്പിക്കുന്നു. സ്വാദുഷം സദാ പിതരോപയോദാഹ കൃച്ഛ്രേ ശ്രിത, അല്ലയോ പിതൃക്കളെ, നിങ്ങൾ ധന്യരായി ഭൂമിയിൽ ജീവിച്ചവരാണ്. ശക്തിവന്തോ, ശക്തിമാന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ഗഭീര, ഫേമസ് ആയിട്ട്, ഗ്ലോറിയസ് ആയിട്ട്, ഗംഭീരമായിട്ടുള്ള ജീവിതം നയിച്ചവരാണ്. ആ പിതൃക്കളെ അഭിസംബോധന ചെയ്ത് നോക്കുക. ധീരരായി, ശക്തിമാന്മാരായി, ഗംഭീരമായിട്ട് ജീവിച്ചവരാണ്. കൃച്ഛ്രേശ്രിത ശക്തിവന്തോ ഗഭീര ചിത്രസേന, സൈന്യബലം കൊണ്ട്
രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിച്ചവരാണ്. ചിത്രസേന, ഇഷുബല, ഇഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പും വില്ലും, അസ്ത്രം ഉപയോഗിച്ച് രാഷ്ട്രത്തെയും ധർമ്മത്തെയും രക്ഷിച്ചവരാണ്. അമൃദ്ര, അങ്ങനെ അമരത്വത്തെ പ്രാപിച്ചവരാണ്. സദോ വീര, എക്കാലത്തും വീരന്മാരായിരുന്നവരാണ്. സദോ വീര ഉരവോ വ്രാതസാഹ, എന്നും നിലനിൽക്കുന്നിടത്തോളം ജീവിതത്തെ വ്രതശുദ്ധിയോടുകൂടി നിങ്ങൾ ജീവിച്ച് നിലനിന്നവരാണ്. ഉരവോ വ്രാതസാഹ, എന്തു ഭംഗിയായിട്ടുള്ള മന്ത്രം നോക്കാം. പിതൃകർമ്മം നടത്തുമ്പോൾ ആ പിതൃക്കളെ അഭിസംബോധന ചെയ്തത് ഭാരതത്തിന്റെ സംസ്കാരം, ധീരതയുടെ സിനോണിം, പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളതല്ല. ഇനി ഞാൻ ഒരു സ്ത്രീ ഈ യോഗി ചാനൽ, ജ്ഞാനയോഗി ചാനലിൽ ഇങ്ങനെ വളരെ ധീരമായിട്ട് പറയുന്ന കേട്ടു, നിങ്ങൾ എന്തിനാ നിങ്ങളെ എതിർക്കുന്നവരെ ഉത്തരം കൊടുക്കാൻ പോകുന്നത്? നിങ്ങളെ അവഹേളിക്കുന്നവർ നിങ്ങൾ എന്തിനാ ഉത്തരം കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾക്കെതിരെ ചെയ്യുന്നവർ നിങ്ങൾ എന്തിനാ ഉത്തരം കൊടുക്കാൻ പോകുന്നത്? അത് ദൈവം കൊടുത്തോളും. അങ്ങനെ ഭാരതത്തിൽ പറഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള സ്ത്രീകളുടെയോ ഭാഗവതം വായിക്കുന്നവരുടെയോ കമന്റുകളാണ് ഭാരതത്തെ അങ്ങനെയാക്കി തീർത്തത്. മാം അനുസ്മര യുദ്ധ്യച, എന്നെ അനുസ്മരിച്ച് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു അമ്മച്ചി പറഞ്ഞുകൊണ്ട് തലയ്ക്ക് സുഖമില്ലാത്തത് പറഞ്ഞ് ഒരു പത്രത്തിൽ എഴുതിയിരുന്നു. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനുമെതിരെ മാം അനുസ്മര തപസ്യച എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുസ്മരിച്ച് തപസ് ചെയ്യാനല്ല, മാം അനുസ്മര യുദ്ധ്യച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധീരമായിട്ട് പ്രവർത്തിക്കാൻ, പിതൃകർമ്മത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്ന പിതൃകർമ്മം ആത്മീയതയുടെയും മറ്റും പരമകാഷ്ഠയിലുള്ള കർമ്മമാണ് എന്നാണ് വിചാരിക്കാറുള്ളത്. പക്ഷെ അതെല്ലാം ആത്മീയത ചേരുമ്പോഴും, ഭൗതികത ചേരുമ്പോഴും, മനഃശാസ്ത്രം ചേരുമ്പോഴും, സാമ്പത്തികത ചേരുമ്പോഴും, വെദർ ഇറ്റ് ഈസ് സോഷ്യോളജിക്കൽ, ആന്ത്രപ്പോളജിക്കൽ, സൈക്കോളജിക്കൽ, മെന്റൽ, എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ, ഏത് ആസ്പെക്റ്റിലും ഭാരതം ധീരതയുടെ പര്യായമായിരുന്നു. അതുകൊണ്ട് ഭാരതം ഇന്ന് നിലനിൽക്കുന്നത്. മുസ്ലിങ്ങളെ കയറി തീർത്ത ഒരു രാജ്യവും ഇസ്ലാമിൻ്റെതാക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം ഇസ്ലാമീകരിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ ഇടിച്ചു കയറിയതെല്ലാം ക്രൈസ്തവൽക്കരിക്കപ്പെട്ടു. പിന്നീട് ക്രിസ്തുമതം അവിടെ നിന്ന് അവർ ഉപേക്ഷിച്ചു എങ്കിലും, പക്ഷേ ഭാരതം എന്ന രാഷ്ട്രം അന്നും ഇന്നും എന്നും ധന്യമായിട്ട് നിലനിൽക്കുന്നു. ധന്യമായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിന് കാരണം ധീരന്മാരായിരുന്നു. ഓരോ ഹൈന്ദവ ജനതയോടും പറയാനുള്ളത് ധീരനാവുക, ധീരനാവുക. ഒരുപക്ഷെ ഹൈന്ദവ ജനതയോട് അങ്ങനെ പറയുമ്പോൾ അത് വർഗീയമാണെന്ന് തോന്നിയേക്കാം. മറ്റുള്ളവർ അതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് പള്ളിയിലൂടെയും മദ്രസയിലൂടെയും ചെയ്യുന്നതെല്ലാം അത് തന്നെയാണ്. അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ധീരനായിട്ട് ജീവിക്കുക. അത് നമ്മുടെ രക്തത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുകൂടി മറക്കാതിരിക്കുക. ഇംഗ്ലീഷുകാർ കയ്യേറിയ ഒരു രാജ്യവും ഇംഗ്ലീഷുകാരുടേതല്ലാതെയാക്കിയിട്ടില്ല. ഭാരതം മാത്രം. ഭാരതത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ഭാരതം ഭാരതമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നുകൂടി മറക്കാതിരിക്കുക, ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.